ഇന്ന് തിരുവോണമാണ്. പക്ഷേ ഈ തിരുവോണ ദിനത്തിലും സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന ചിലരുണ്ട്. ആശമാരാണ്. ആശമാർ കുറേ നാളുകളായി അവരുടെ ഒരുപാട് ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി അവർ ഇങ്ങനെ സമരം നടത്തുകയാണ്. അപ്പോൾ തിരുവോണ ദിനത്തിലും മുടക്കമില്ലാതെ അവരുടെ സമരം തുടരുന്നു. ഇന്ന് 209-ാം ദിവസത്തിലാണ് ആശാ സമരം. അപ്പോൾ ആശമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതീകാത്മക സമര രീതികളും ഇന്നിപ്പോൾ സമരപന്തലിന് മുന്നിൽ നടക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് സഫ്വാൻ VP ചേരുകയാണ്. സഫ്വാൻ, തിരുവോണ ദിനത്തിൽ എങ്ങനെയാണ് ആശമാരുടെ ഒരു സമര രീതി? അവർക്ക് ഓണമില്ലാത്തൊരു ദിവസമാണോ ഇന്ന്? തിരുവോണ ദിനമാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശമാർ നടത്തുന്ന സമരം ഇന്ന് 209-ാം ദിവസമാണ്. ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വിവിധ പരിപാടികൾ ഈ സമരപന്തലിൽ ഉണ്ടായിരുന്നു. ഇന്ന് ചാണ്ടി ഉമ്മൻ MLA നൽകുന്ന ഓണസദ്യയും ഒരുക്കിയിട്ടുണ്ട്. നമ്മോടൊപ്പം കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് S മിനി ചേരുന്നു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം എല്ലാവർക്കും. പക്ഷേ ആശമാരുടെ ജീവിതം ഹാപ്പി അല്ല. സമരം നാളെ 7 മാസം പൂർത്തിയാവുകയാണ്. ഈ ദിവസം പോലും സർക്കാരിന് ഒരു പരിഗണന ഇല്ല എന്നുള്ളതാണ് വസ്തുത. വളരെ നിസ്സാരമായ മിനിമം കൂലിയാണ് ആവശ്യപ്പെടുന്നത്. 233 രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു നടപടിയുമായിട്ടാണ് ഗവൺമെൻറ് പോകുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ സ്ത്രീകൾ, തൊഴിലാളികൾ, ഒരു തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞ് അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ മുന്നിൽ ഞങ്ങൾ സമരം ചെയ്യുകയാണ്. ഗവൺമെൻറ് ഇപ്പോൾ ജനസമ്പർക്ക പരിപാടിയായിട്ട് ഇറങ്ങുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ജനസമ്പർക്കം ഞങ്ങളതിൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ്. ഞങ്ങളുമായിട്ടൊരു സമ്പർക്കമില്ല. അതിദരിദ്രരെ ഇല്ലാതാക്കാൻ നവംബർ മാസം മുതൽ ഇല്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നു. പക്ഷേ ആശമാരിൽ ബഹുഭൂരിപക്ഷം പേരും ഈ തുക കൊണ്ട് അതിദരിദ്രരായി ജീവിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഇപ്പോൾ ഈ സമരപന്തലിന് മുമ്പിലുള്ള മഹാഗണിക്ക് മുന്നിൽ അത്തപ്പൂക്കളം ഒരുക്കുകയാണ് ആശാ സമര പ്രവർത്തകർ. ഇതിൻ്റെ ഭാഗമായിട്ട് ചേച്ചി, ഓണം എങ്ങനെയുണ്ട്? ഓണത്തുമായി ബന്ധപ്പെട്ടുള്ള ഓണം ഞങ്ങൾ തെരുവിലാണ്. തെരുവിൽ തന്നെയാണ്. സർക്കാരിൻ്റെ ഇതാണല്ലോ, തീരുമാനമാണല്ലോ ഞങ്ങൾ തെരുവിൽ കിടക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഓണത്തെയും കാണുന്നു. ഞങ്ങൾ തെരുവിൽ ഈ ഓണത്തെ എല്ലാവരും ആഘോഷിക്കുന്നു. ആ ഓണം ഞങ്ങൾ തെരുവിൽ ആഘോഷിക്കുന്നു. ഒരു സമരത്തിന്റെ പ്രതീകമായിട്ട് തന്നെ ഓണത്തെ കൊണ്ടാടുന്നു. ഉറപ്പായിട്ടും സമരത്തിന്റെ പ്രതീകം തന്നെയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആഘോഷ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ പ്രതീകാത്മകമായിട്ട് തന്നെയാണ് ഈ 209 ദിവസം ആഘോഷിച്ചത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഓണം ആഘോഷിച്ചത്. ഉറപ്പായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് നേടാനുള്ള ഡിമാൻഡുകൾ കിടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഡിമാൻഡ് നേടാതെ ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു പോകത്തില്ല എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ്. അപ്പം അതുകൊണ്ട് ഇതിനിടയ്ക്ക് വരുന്ന എല്ലാ വിശേഷ ദിവസങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ സമരവേദി തന്നെയാണ് ഞങ്ങളുടെ ഇടങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരുവിൽ തന്നെയാണ് ഞങ്ങൾ സമരവും ആഘോഷവും എല്ലാം തന്നെ. നമ്മളുടെ ജീവിതം ഇപ്പോൾ ഇവിടെയാണ്. സർക്കാർ ഞങ്ങളെ ഈ തെരുവിലിരുത്തിയാണ് എല്ലാം ആഘോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഓണവും അത് തന്നെയാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതെ, 200 ദിവസം നീണ്ടുനിന്ന സമരമാണ്. കേരളം ചർച്ച ചെയ്ത സമരമാണ്. സ്ത്രീകൾ നയിക്കുന്ന സമരമാണ്. ഈ സമരമാണ് ഇപ്പോൾ തിരുവോണ ദിനത്തിലും ഒരു മുടക്കവുമില്ലാതെ ഈ തങ്ങളുടെ ഡിമാൻഡുകൾ, കുറച്ച് ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ ഏത് ആഘോഷ ദിനത്തിലും മുടങ്ങാതെ, എന്നാൽ ക്രിയാത്മകമായിട്ട് തന്നെ സമരവുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആശമാരും പറയുന്നത്. ഇന്ന് തിരുവോണ ദിനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഇവിടെ ആളുകൾ കുറവാണ്. കുറച്ച് സമയത്തിന് ശേഷം കൂടുതൽ ആളുകൾ ഈ സമരപന്തലിലെത്തും. ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജനപ്രതിനിധികളും തിരുവോണ ദിനത്തിൽ സമരപന്തലിൽ എത്തുന്നുണ്ട്. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനൊപ്പം സഫ്വാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.